ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 29 തീയതി വ്യാഴാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 13 തീയതി, ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 7 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:30 നാളത്തെ തിഥി ഏകാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച വൈകുന്നേരം 3:55 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 4:42 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. സ്ത്രീ നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളെ തിരുവാതിര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത്? നാളത്തെ ദിവസം ചിത്തിര, ചോതി, പൂരുട്ടാതി, ഉത്രട്ടാതി, കാർത്തിക, അശ്വതി, മകയിരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ചിത്തിര, ചോതി, പൊരുട്ടാതി, ഉത്രട്ടാതി, കാർത്തിക, അശ്വതി, മകയിരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് ആർക്കൊക്കെയാണ്? അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം സൂക്ഷിക്കണം. അതാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. 100% വന്നു ചേരുമെന്നല്ല ജ്യോതിഷം പറയുന്നത്, വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിരാശയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഏതെങ്കിലും ഒരു അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നാളത്തെ ദിവസം ഇപ്പോൾ പണം കടം കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ആലോചന ഇല്ലാതെ ഒരു കാര്യവും ചെയ്യരുതെന്നുള്ളൊരു വാണിംഗാണ് ജ്യോതിഷം നൽകുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ചിന്തിച്ച് നോക്കുമ്പോൾ തട്ടുകേടാണെന്ന് കണ്ടാൽ അപ്പോഴേ അവിടുന്ന് ഒഴിഞ്ഞേക്കണം, അവിടുന്ന് ഒഴിയണം. ഇപ്പം കളരി പഠിപ്പിക്കുമ്പോൾ ഒഴിവ് പഠിപ്പിക്കുന്നില്ലേ? കളരി പഠിപ്പിക്കുന്നവർക്ക് ഒഴിവും, കളരി പഠിക്കുന്നവർ ഒഴിവും കൂടിയാണ് പഠിക്കുന്നത്. പഠിപ്പിക്കുന്നവരും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒഴിവും കൂടിയാണ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒഴിവും കൂടിയാണ് പഠിക്കുന്നതും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാളത്തെ ദിവസം ജ്യോതിഷം പറയുന്നത് സാഹചര്യം മോശമാണെങ്കിൽ അവിടുന്ന് അങ്ങ് ഒഴിഞ്ഞേക്കണം. നെഞ്ചും പിരിച്ച് നിന്ന് തല്ലുകൊള്ളരുത്, അല്ലെങ്കിൽ നെഞ്ചും പിരിച്ച് നിന്ന് ഞാൻ കൊടുത്താൽ എനിക്കറിയാം മേടിക്കാൻ എന്നുള്ള ഒരു ഭാവത്തിൽ ഇടപെടരുത്. പിന്നീട് അത് ശത്രുതയിൽ അവസാനിക്കും, കലഹത്തിൽ അവസാനിക്കും. നൈസായിട്ട് ഒഴിയുക. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ജ്യോതിഷത്തിലും ഒഴിവുണ്ട്. ജ്യോതിഷത്തിൽ ഇപ്പോൾ ചൊവ്വാദോഷത്തിന് 25 ഒഴിവുകൾ പറയുന്നുണ്ട്. 25 ഒഴിവുകൾ ചൊവ്വാദോഷത്തിന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ 7-ൽ ചൊവ്വ നിന്നാൽ അന്നേരം ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ് ആൾക്കാർ വിരളി പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, 25 ഒഴിവുകൾ അതിനുണ്ട്. അതും എല്ലാവരും ഒന്നും നോക്കുന്നില്ല. 25 ഒഴിവുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണമെങ്കിൽ ഗ്രഹനില എടുത്ത് തലങ്ങും വിലങ്ങും എല്ലാം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ടെങ്കിലേ 25 ഒഴിവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയും, എന്താണ്? ചൊവ്വാദോഷമുണ്ട്, അടുത്ത ക്ഷേത്രത്തിലേക്ക് ഓടിക്കൂ, ക്ഷേത്രത്തിൽ പോയി 10 ദിവസം ദേവിക്ക് അത് ചെയ്യ്, 10 ദിവസം ഇത് ചെയ്യ്, എങ്ങനെ പറയും. പക്ഷെ അങ്ങനെയല്ല. അതിനകത്ത് 25 ഒഴിവുകളുണ്ട്. ആ ഒഴിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ആകുലതയും വ്യാകുലതയുമാണ്. അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് എന്താണ് ടെൻഷൻ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം പോകുമോ, പരാജയപ്പെടുമോ, അവരൊക്കെ ആവലാതിയായി, വേവലാതിയായി. അപ്പോൾ 25 ഒഴിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അത് നോക്കാതെ അത്രയും സമയം മെനക്കെടാൻ തയ്യാറാകാതെ ഓടിക്കോളാൻ പറയും. അപ്പോൾ അങ്ങനെയല്ല, ജ്യോതിഷം പറയുന്നു ഒഴിവുകൾ. കളരി പഠിപ്പിക്കുമ്പോൾ ഒഴിവ് പഠിപ്പിക്കുന്നത് പോലെ ജ്യോതിഷത്തിലും ഒഴിവുണ്ട്. എന്താണ്? നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ബുദ്ധിപരമായി ആലോചിച്ച് ഒഴിയേണ്ട കാര്യങ്ങളാണ് ഒഴിഞ്ഞേക്കണം. ഇതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്ന കാര്യം. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആരും ഒരിക്കലും അവരുടെ ജീവിത സാഹചര്യം പുറകോട്ട് പോകരുത്. അതിനുവേണ്ടിയാണ് ജ്യോതിഷം പറഞ്ഞിരുന്നത്.
എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം. ഈ ലോകം പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ പ്രകൃതിയാണെങ്കിലും കുന്നുണ്ട്, കുഴിയുണ്ട്, മലയുണ്ട്, പർവ്വതമുണ്ട്, നദിയുണ്ട്, തോടുണ്ട്, എല്ലാത്തിനും ഒരേ അവസ്ഥയല്ല, എല്ലാത്തിനും വ്യത്യസ്തമായ അവസ്ഥകളാണ്. നമ്മളെ സൂര്യനെ നോക്കി, പ്രഭാതത്തിലെ സൂര്യൻ്റെ ചൂട് നമുക്ക് ഉപകാരമാണ്, പക്ഷേ നട്ടുച്ചയ്ക്കോ അല്ല. ചന്ദ്രനെ നോക്കി, ചന്ദ്രൻ പൂനിലാവ് പൊഴിക്കുമ്പോൾ നമുക്ക് നല്ലതല്ലേ, ചന്ദ്രൻ കൂരിട്ട് തരുമ്പോഴോ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളുള്ളവർ അക്കാര്യത്തെക്കുറിച്ച് ബോധത്തോടുകൂടി ചിന്തിച്ച് കാര്യങ്ങളൊക്കെ നേരിടണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത്, നാളെ പകൽ സമയത്തെ ശുഭസമയമാണ്. നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ആൾക്കാർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു ദിവസമാണല്ലോ. അപ്പോൾ നാളത്തെ ശുഭസമയം നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഒരു കാര്യം ചെയ്താൽ അത് പരാജയപ്പെട്ടു പോകരുത്. അത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം നഷ്ടമാണ്, ജീവിതത്തിൻ്റെ സമയം നഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ ആ കാര്യങ്ങൾക്ക് വീണ്ടും പോകണമെങ്കിൽ ധനനഷ്ടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും വരരുത്. അതിനുവേണ്ടി ജ്യോതിഷം ശുഭസമയം പറഞ്ഞു തരുന്നു. പൊതുവായിട്ടുള്ള ശുഭസമയമാണ്. ഒരു വിവാഹമോ ഒരു ഗൃഹ ആരംഭ പ്രവേശമൊക്കെ നടത്തണമെങ്കിൽ ആ ജാതകൻ്റെയും അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥയുടെയും ഭാര്യയും ഭർത്താവിൻ്റെയൊക്കെ നക്ഷത്രം വെച്ച് അതിന് അനുകൂലമായ ലഗ്നം കണ്ടുപിടിച്ച് അത് പ്രത്യേകം ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, പൊതുവായിട്ട് ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. രാവിലെ 6:18 മുതൽ 9:18 വരെ ശുഭസമയമാണ്. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ 1:48 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി നാളത്തെ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10:48 മുതൽ 1:48 വരെയുള്ള ശുഭസമയമാണ്. ഇപ്പോൾ ഈ ജ്യോതിഷം നോക്കാതെയൊക്കെ ആൾക്കാർ ശുഭകാര്യങ്ങൾ ചെയ്യുമല്ലോ. ഇപ്പം ഈ അന്യമതസ്ഥരായിട്ടുള്ള ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ വ്യാഴാഴ്ച ദിവസം വിവാഹം നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ വിവാഹം നടക്കുന്ന സമയം ഈ ശുഭസമയത്താണ്. 10:48 മുതൽ 1:48 വരെയുള്ള സമയത്താണ് അവർ കൈ പിടിപ്പിക്കുന്നതോ അല്ലെ കൈ കൂട്ടിച്ചേർത്ത് പിടിപ്പിക്കുന്നതോ മിന്നു കിട്ടുന്നതോ എല്ലാം അവർ ശുഭസമയത്താണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ സമയം നോക്കിയില്ലെങ്കിൽ പോലും ആ ശുഭസമയത്താണ് അവരത് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ശുഭസമയം നോക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേക മുഹൂർത്തം നോക്കുന്നുണ്ട്. മുഹൂർത്തം നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുപോലെയല്ല, വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അതും കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങളാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി എന്ന് പറയുന്നത് 29 അപ്പോൾ 29 എന്ന് പറഞ്ഞാൽ 2 + 9 = 11 വരും. വീണ്ടും ഒറ്റസംഖ്യയാക്കുമ്പോൾ 1 + 1 = 2 വരും. അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെയും 2, അതുപോലെ തന്നെ 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ദിവസമാണ് നാളത്തെ ദിവസം. അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമല്ല എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം നാളത്തെ ദിവസം പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമല്ല. നാളെ വ്യാഴാഴ്ച ദിവസമാണ്, അവർക്കത് അനുകൂലമല്ല. അപ്പോൾ നാളത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്? നാളത്തെ ദിവസം പച്ച നിറത്തിലുള്ളതും വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ BKR എന്നീ അക്ഷരങ്ങളുള്ളവർ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ BKR എന്നീ അക്ഷരങ്ങളില്ലാത്തവർ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യമായ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ.
സെപ്റ്റംബർ മാസം 2-ാം തീയതി മകം നക്ഷത്ര ദിവസം, അന്ന് അമാവാസിയാണ്. അന്നൊരു വിശേഷാൽ പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഇങ്ങനെ പൂജ ചെയ്യാനുള്ള കാരണം? മഹാദേവൻ എനിക്ക് തന്ന ആലോചനയാണ്. മഹാദേവൻ പറഞ്ഞു, ഈ ചിങ്ങമാസത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വരുന്നു. ചിങ്ങമാസത്തിൽ അപ്പോൾ സൂര്യൻ നിൽക്കുന്നു. ഒരു രാശിയിൽ ഈ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് നേത്രരോഗമുണ്ടാകുന്ന ഒരു സമയമാണ്. കണ്ണിന് രോഗം, പലർക്കും കണ്ണിന് ദീനം വരുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അത് മുഖേന ആൾക്കാരൊക്കെ നല്ല തുക ചിലവഴിക്കേണ്ടി വരും. ചിലർക്കൊക്കെ സൗജന്യമായിട്ട് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് കിട്ടും. അല്ലാത്തവരൊക്കെ ഒരുപാട് പണം ഇതൊക്കെ ചിലവഴിച്ച് വീട്ടിൽ വിശ്രമിച്ചൊക്കെ ഇരിക്കേണ്ട ഒരു കാലമാണ്. കണ്ണിന് ദീനം വരുന്നൊരു സമയമാണ്. ഈ ചന്ദ്രനും ഒരു ജ്യോതിഷം പറയുന്ന ഒരു ജാതകൻ്റെ ലഗ്നഭാവത്തിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ അയാൾ നേത്രരോഗിയായി. അപ്പോഴല്ല എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ബാല്യകാലത്തിൽ തന്നെ കണ്ണട ഉപയോഗിക്കേണ്ടി വരും, കണ്ണാടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നേത്രരോഗം വന്നു ചേരാം. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും വന്നു ചേരാം. കാരണം ഈ ചിങ്ങൻ രാശിയിലേക്ക് ചന്ദ്രനും സൂര്യനും വരുമ്പോൾ ഈ ചന്ദ്രനെയും സൂര്യനെയും ശത്രുവായിട്ട് കാണുന്ന ശനി കുംഭൻ രാശിയിൽ നിന്ന് വീക്ഷിക്കുന്നു. അപ്പോൾ അത് വലിയൊരു വിപത്താണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് കുറേ ആൾക്കാർക്ക്, ഇപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ച് 12-ൽ ശനി നിൽക്കുന്നു. 7 ശനിയുടെ ഭാഗമായിട്ട് 12-ൽ നിൽക്കുന്നു. മിഥുനക്കൂറുകാർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്നു. അവർക്ക് 9-ലാണ് ശനി നിൽക്കുന്നത്. ഭാഗ്യക്കേടുകൾ തന്നെ കൊടുക്കുന്നു. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. ചിങ്ങക്കൂറുകാർക്ക് 7-ൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് കഴിയുന്നവരാണ്. പിന്നെ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് കുറേ പേരൊക്കെ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ നിന്നത് കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. പൊതുവെ ഒത്തിരി പേർക്കും പലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു പൂജ ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ, എന്നെ വിശ്വാസമുള്ളവർ മാത്രം ഇതിൽ പങ്കെടുക്കുക. കാരണം 5 പേരെ ഉള്ളെങ്കിലും 10 പേരെ ഉള്ളെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. മഹാദേവൻ തന്ന ഒരു ആലോചനയാണ്. കാരണം ഈ ചാനൽ ദിവസവും കാണുന്ന 2500, 2700, 3000 പേരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാകാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും, നിങ്ങളെല്ലാവരും രക്ഷപ്പെടണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വിപത്തുകൾ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതിനെക്കുറിച്ച് ഇന്ന പരിഹാരമുണ്ടെന്ന് പറയേണ്ടതും എൻ്റെ കടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ അതിനുവേണ്ടി പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ, എന്നിൽ വിശ്വാസമുള്ളവർ, ഇപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി പൂജ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പുലർച്ചെയാണ് പൂജ ചെയ്യുന്നത്. വന്ന് ഇവിടെ താമസിച്ച്, എൻ്റെ വീട്ടിൽ താമസിച്ചൊക്കെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ താല്പര്യമുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു, വരാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പൂജ ചെയ്യും. പ്രിയപ്പെട്ടവരുടെ നാളും പേരും സ്ഥലവും ഒക്കെ പറഞ്ഞ് ഞാൻ പൂജ ചെയ്യും. അതുകൊണ്ട് താല്പര്യമുള്ളവർ 100 രൂപ ഒരു വ്യക്തിക്ക് അയച്ചു തരിക. അവരുടെ പേര്, നാൾ എല്ലാം വാട്സപ്പ് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നാളെ തന്നെ അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഫലം മഹാദേവൻ തരുമെന്നുള്ള അങ്ങനെയല്ല. മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നുമൊക്കെ നമ്മളൊരു കാര്യം ഒരാളോട്, നമ്മളൊന്ന് മനുഷ്യരായിരിക്കും, നമ്മളൊരാളോട് ഒരു കാര്യം 1, 2, 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ ഒരു ചിന്തയുണ്ടാകും. 3-4 പ്രാവശ്യമായി എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശമാണെന്ന് പറയല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മഹാദേവനോട് നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ മഹാദേവൻ ഉപേക്ഷിക്കത്തില്ല. മഹാദേവൻ അത് ചെയ്തു തരും. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ 100 രൂപ മഹാദേവൻ്റെ സന്നിധിയിൽ മുടക്കിയാൽ അതിൻ്റെ ഇരട്ടി തരും. അത് എന്നിൽ വിശ്വാസമുള്ളവർ ഞാൻ ചെയ്യുന്നതിൽ പങ്കുചേരുക, അല്ലെങ്കിൽ അവരവരുടെ രീതിയിൽ പോകുക. അതാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും പോകാം. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അമാവാസി തിഥിയിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ ഭാവിയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കൂടെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ എങ്കിൽ അവരുടെ വീട്ടുകാരൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചിലർക്കൊക്കെ ഇതിനകത്ത് സമൂഹത്തിൽ വലിയൊരു നാണക്കേടാണെന്നുള്ള രീതിയിൽ അവരത് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ചെറുപ്പക്കാർ ജോലിക്കൊക്കെ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഒന്നിനും താല്പര്യമില്ലാതെ. അതൊക്കെ തുലാക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം വന്നിരുന്നത്. അവർ 5-ാം ഭാവത്തിൽ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഒന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചോളം തെറ്റാണ്. ഞാനങ്ങനെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ഇതിനകത്ത് അവരുടെ പേര്, നാൾ, സ്ഥലം
അറിയിക്കുക. അവരുടെ പേരും നാളും പറഞ്ഞ് നവഗ്രഹ ദോഷപ്രകാരമുള്ള പൂജ ചെയ്ത് അത് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഭാവിയിൽ. അതുകൊണ്ട് മുൻപോട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഒരുപാട് പേർ എന്തുമാത്രം രൂപയാണ് ആശുപത്രിയിലൊക്കെ ചിലവഴിക്കുന്നത് ഈ രോഗത്താലൊക്കെ ഭാരപ്പെട്ട്. ഹൃദ്രോഗം വരാം, കണ്ണിന് രോഗം വരാം, കൈകാലുകൾ പക്ഷാഘാതം, കൈയും കാലും ഒക്കെ തളർന്നു പോകാം, ഒരുപാട് പ്രതിസന്ധികൾ, ശ്വാസം മുട്ടലുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ നാളും പേരും പറഞ്ഞ് അത് പൂജ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. വിശ്വാസമുള്ളവർ പങ്കെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ അധ്യായത്തിൽ നക്ഷത്രഫലമാണ് ചിന്തിക്കുന്നത്. നക്ഷത്രഫലം മേടക്കൂറിൽ പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴമാണ് നാളത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ചന്ദ്രൻ പക്ഷബലമില്ലാതെ അമാവാസ്യയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യന് ഒരു പരിധിവരെ ബലമുണ്ട്. പക്ഷെങ്കിൽ സൂര്യൻ നിൽക്കുന്നത് ശത്രുതയിൽ ആണ്. നേരെ എതിർഭാഗത്ത് ശത്രുവായിട്ട് നിൽക്കുന്ന ശനി നിൽക്കുന്നതുകൊണ്ട് സൂര്യനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞായറാഴ്ച ദിവസം സൂര്യൻ്റെ ദിവസമാണ്, സൂര്യന് ചെയ്യാൻ പറ്റും. ഇട ദിവസങ്ങളിലൊക്കെ മറ്റ് ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ആശ്രയിക്കുന്ന പോലെ ഇരിക്കും. നാളത്തെ ദിവസം വ്യാഴത്തിൻ്റെ ദൃഷ്ടി സൂര്യന് മേൽ പതിക്കുന്നത് കൊണ്ട് സൂര്യൻ അല്പം ബലവാനാണ്. അപ്പോൾ സൂര്യനും വ്യാഴവും കൂടിയാണ് നാളത്തെ ദിവസം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴം മേടക്കുറുകാർക്ക് എന്ത് കൊടുക്കും? മേടക്കുറുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. ഈ പലരും ഈ ഒരുപാട് വീഡിയോകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പേ നേരത്തെ തന്നെ ആൾക്കാർ ഇപ്പം ഒരു കാര്യങ്ങൾ ഇപ്പം 2027 വരെ കാര്യങ്ങൾ ഇപ്പോഴേ വീഡിയോ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവർക്ക് വ്യൂവേഴ്സ് കിട്ടണം, പൈസ കിട്ടണം. പക്ഷേങ്കിൽ ഞാൻ അന്നും പറഞ്ഞു, ഈ മേടക്കുറുകാരോട് അന്നും പറഞ്ഞു, ഭരണി നക്ഷത്ര ജാതകർ ഒരുപാട് പേരോട് പറഞ്ഞു വ്യാഴം മാറിയിട്ട് ഞങ്ങൾക്കൊരു നേട്ടവും ഇല്ലെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞത്, വ്യാഴമെന്ന് പറയുന്ന ശുഭഗ്രഹം ഒരു രാശിയിലേക്ക് മാറിയാൽ ആദ്യത്തെ 6 മാസം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. പിന്നീടുള്ള 6 മാസമാണ് അവർക്ക് ഗുണം ചെയ്യുക എന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അന്നേ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു സമയം വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വ്യാഴം തനിച്ചാണ് അവരുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളൊന്നും കൂടെ വരാനില്ല. കൂടെ ഇപ്പോൾ ഓടി വരാനായിട്ട് ഇല്ല. ഇപ്പം ഇവിടെ ബുധൻ ഇപ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്നു, ശുക്രൻ കന്നിയിൽ നിൽക്കുന്നു, കുജൻ മിഥുനത്തിൽ നിൽക്കുന്നു. ഇവരെല്ലാം ഓടി ഇനി വ്യാഴത്തിൻ്റെ കൂടെ വരണമെങ്കിൽ കുറേ നാളെടുക്കും. അപ്പോൾ ഈ 6 മാസക്കാലം ഇവർക്ക് നേട്ടം കിട്ടും. ആർക്ക്? മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് നേട്ടം കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു അവസരമാണ്. കടങ്ങളൊക്കെ വീട്ടിയെടുക്കാൻ കഴിയുന്നത് ശ്രമിക്കുക. ഇപ്പോൾ നല്ലൊരു അവസരമാണ്. കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. കൈയും കെട്ടി വീട്ടിലിരുന്നിട്ട് ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് പൈസ വരുമെന്ന് പറഞ്ഞ് ഇരിക്കരുത്. കഷ്ടപ്പെടണം. ഈ ലോകത്തെല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ലോട്ടറി എടുത്ത് പൈസ കിട്ടുമെന്ന് പറഞ്ഞിരിക്കരുത്. ലോട്ടറി ഭാഗ്യമല്ല, 2ാം ഭാവത്തിലാണ് ധനം എങ്ങനെയും വന്നു ചേരും. അത് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കടബാധ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കടബാധ്യതകളൊക്കെ വീഴാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വ്യാഴം മാറുന്ന സമയം അടുത്ത വർഷം 2025 ആകുമ്പോഴത്തേന് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ധനം വന്നു ചേരും. നിങ്ങൾ ഒരു കാര്യം കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒന്നും ഞാനിപ്പോൾ എല്ലാ ദിവസവും കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലേ? ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വല്ലപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്നതല്ല, ഞാൻ എല്ലാ ദിവസവും കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലാഭമോ നഷ്ടമല്ല നോക്കുന്നത്. നമ്മൾ സമർപ്പണ മനോഭാവത്തോടു കൂടി ഒരു കാര്യം ചെയ്യണം. അത് അവിടെ ലാഭമോ നഷ്ടമോ നേട്ടമോ അല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മേടക്കുറുകാർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ്. അപ്പോൾ വ്യാഴം തനിച്ചാണ് ഇപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇനി ശുക്രൻ, ഈ വ്യാഴം നിൽക്കുന്ന രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രൻ മാറുന്നതനുസരിച്ച് ഒക്കെ ഇച്ചിരി വ്യത്യാസം വരുമെങ്കിലും 6 മാസം ഇനി നല്ല സമയമാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ധനനേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ജോലിയിലുള്ളവർക്കൊക്കെ ജോലിയിൽ തൊഴിൽ മുഖേന കൂടുതൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇനി മുമ്പോട്ട്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഈ
വ്യാഴം ഇവർക്ക് 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ ഈ ധനം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയും കൂടി ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ഒരു സമയമാണെന്നുള്ളത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്യാം. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയം, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം അവരുടെ ജന്മഭാവത്തിൽ ഒരു ശുഭഗ്രഹമല്ല നിൽക്കുന്നത്, തനിച്ച് ശുഭഗ്രഹം നിൽക്കുകയാണ്. മറ്റൊരു ഗ്രഹമില്ല, രാഹുവില്ല, കേതുവില്ല, ശനിയില്ല, തനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടി ആയിരിക്കും ഇനി അവർ മുമ്പോട്ട് ശോഭിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ അറിയപ്പെടുന്നത്, പ്രസിദ്ധിയും കീർത്തിയൊക്കെ അവർക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അതുപോലെ തന്നെ സൽപുത്ര ഭാഗ്യം, ആൺമക്കളെ കൊണ്ടുള്ള നല്ല ഭാഗ്യം അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ട ദിവസമാണ്. പ്രശസ്തി, അംഗീകാരമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസവും ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ അവരുടെ 2ാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത്. കുജൻ 2ാം ഭാവത്തിൽ നിന്നാൽ അത്ര നല്ലതല്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ധനപരമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ. ധനവിഷയത്തെ ചൊല്ലി ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കുജൻ, ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, കുജൻ മിഥുനൻ രാശിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലെ പ്രശ്നം മനസ്സിലായോ? ഞാനിത് നേരത്തെ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്? കലാകാരന്മാർ ശോഭിക്കും. പക്ഷെങ്കിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം ശത്രുക്ഷേത്ര സ്ഥിതിയിലാണ്. അതായത് കുജൻ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രുതയെ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എന്താണ് ഇനിയിപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒക്ടോബർ മാസം 20-ാം തീയതി വരെ ഈ പ്രശ്നങ്ങളിങ്ങനെ കലാപരമായ മേഖലകളിലുള്ള പ്രശ്നങ്ങളിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അത് ഒക്ടോബർ മാസം 20-ാം തീയതി വരെ പത്രത്തിലൊക്കെ പ്രധാന വാർത്തയായി മാറും. അപ്പോൾ അതാണ് ഓരോ ഗ്രഹവും ഇങ്ങനെ വന്നു നിൽക്കുന്നതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർ അന്യരാൽ മാനിക്കപ്പെടുന്നൊരു ദിവസമാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, നല്ല സൗന്ദര്യവർദ്ധനമൊക്കെ തോന്നും, പുതിയ ആഭരണമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നിരിക്കും, ധനനേട്ടം പ്രതീക്ഷിക്കാം, കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിലെ വിഷയം സംബന്ധിച്ച് ശത്രുതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 12ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ലതല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ആ ഒരു ഗ്രഹം ജന്മഭാവത്തിൽ നിന്നാൽ ഭാര്യാപുത്ര ക്ലേശം എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഉപകാരസ്മരണയില്ലാത്തവനാകും, കോപം വന്നു ചേരും. അതുപോലെ തന്നെ അഗ്നിഭയം, ശത്രുഭയം, നേത്രരോഗം, പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് വന്നിരുന്ന സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴം അവർക്ക് 12-ൽ നിൽക്കുന്നു. വ്യാഴം ഇവരെ കൈവിട്ട് നിൽക്കുന്നൊരു സമയമാണ്. 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത്. ഈശ്വരൻ പോലും നിൽക്കുന്നൊരു സമയമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ജനിച്ച സമയത്ത് ഈ വ്യാഴം അനിഷ്ടസ്ഥാനസ്ഥിതി ഒന്നും ഇല്ലാത്തവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതൊഴിച്ച് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ ജനനസമയത്തെ പ്രത്യേകതകൾ കൊണ്ടുള്ള അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടൊക്കെ നാളത്തെ ദിവസം ദോഷമില്ലാതെ കടന്നു പോകാം എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നേട്ടമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ബുദ്ധിശക്തി അവർക്ക്
അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ പറ്റിയൊരു ദിവസമാണ്. കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നൊരു ദിവസവുമായിരിക്കും. അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സ് പറയുന്ന, അല്ലെങ്കിൽ അവരെക്കൊണ്ട് മനസ്സ് പറഞ്ഞ് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അനേക വിധത്തിലുള്ള ധനലാഭം നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ധനനേട്ടത്തെ തീർച്ചയായിട്ടും കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെ സ്വന്തമായിട്ട് വീടില്ലാത്തവരാണെങ്കിൽ ഒരു പുതിയ വീടിനെക്കുറിച്ച് അവർ ആലോചിക്കും. ഒരു വീട് അവർക്ക് ഈ 2025 മെയ് മാസത്തിനുള്ളിൽ പുതിയൊരു വീട് അവർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ, മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിൽപരമായുള്ള നേട്ടം, തൊഴിൽ ഗുണം, അവരുടെ സ്വന്തക്കാരിൽ കുടുംബക്കാരിലൊക്കെ വെച്ച് ശോഭിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ദിവസമാണ് നാളത്തെ ദിവസം. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചും വ്യാഴം 10ൽ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു സമയമാണെന്നുള്ളത് അറിയാം. കേന്ദ്രഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ നല്ല ഒരു സമയമാണ്. പക്ഷെങ്കിൽ അവരുടെ 7ൽ ഈ ശനി നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വരാം. രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് അതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശനിയുടെ ദോഷം കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പൂജ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് 12ാം ഭാവത്തിൻ്റെ അധിപനുമാണ് ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ചന്ദ്രനെ, ഇപ്പോൾ ഒരു ശേഷിയില്ലാത്ത ഒരാളെ ശേഷിയുള്ള ഒരാൾ ഉപദ്രവിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് പൂജ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് പൂജ ചെയ്യുമ്പോൾ ഈ ചിങ്ങക്കൂറുകാരും പൂജയിൽ പങ്കുചേരണമെന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ത്രികോണഭാവത്തിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. പക്ഷെങ്കിൽ പ്രത്യുപകാര താല്പര്യം ഉണ്ടാകണമെന്നില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് നന്ദി കാണിക്കാൻ ഉള്ളൊരു മനസ്സ് നാളത്തെ ദിവസം ഉണ്ടാകണമെന്നില്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എങ്കിലും ഗുണപരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിഷയം. ഇവരുടെ 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ നാളത്തെ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു, 12ൽ സൂര്യൻ നിൽക്കുന്നു, 11ൽ ബുധൻ നിൽക്കുന്നു, അതുപോലെ തന്നെ 10ൽ ചൊവ്വ നിൽക്കുന്നു, 9ൽ വ്യാഴം നിൽക്കുന്നു, 7ൽ രാഹു നിൽക്കുന്നു, 6ൽ ശനി നിൽക്കുന്നു. അപ്പോൾ 7ലെ രാഹു ഇവർക്ക് ദോഷം ചെയ്യുന്നു, 12ലെ സൂര്യന് ഇവർക്ക് ദോഷം ചെയ്യുന്നു. അപ്പോൾ ഈ 2 ദോഷം ഇവർക്കിപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ ചൊവ്വയുടെ രാശിമാറ്റം ഇവർക്ക് അനുകൂലമായ സമയത്തെ കൊടുക്കുന്നു. ഇപ്പോൾ 3 ഗ്രഹം ഇവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതായത് ശനി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ശനി നിൽക്കുന്നു, കുജൻ നിൽക്കുന്നു, വ്യാഴം നിൽക്കുന്നു. പക്ഷേ ശനിയുടെ ദശാകാലം അനുഭവിക്കുന്നവർക്ക് ശനി ദോഷത്തെയും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഏതായാലും നാളത്തെ ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദൈവാധീനം ഇവരെ തുണയ്ക്കേണ്ട ഒരു സമയമാണ്. ദൈവാധീനം തീർച്ചയായിട്ടും തുണയ്ക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നാളത്തെ ദിവസത്തെ പ്രതീക്ഷിക്കാം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ജീവിത സാഹചര്യത്തെ മാറ്റിമറിക്കും. അതായത് വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും, വിദേശത്ത് പോകേണ്ടി വരും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും, ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗമുണ്ടാകാം, ചിലരൊക്കെ അന്യ സ്ത്രീകളിൽ താല്പര്യപ്പെട്ട് ദാമ്പത്യ ജീവിതം തകർന്നു പോകാം. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു സമയമല്ല. ധനഹാനി, മനോദുഃഖം, മാനഹാനി, ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു, അവർക്ക് 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ജീവിതം പാഴായി കളഞ്ഞു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ മാത്രം സന്തോഷമായിട്ട് ജീവിക്കുന്നു, അല്ലാത്തവരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. നാളത്തെ ദിവസവും പ്രതിസന്ധി നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ചതിവിലൊക്കെ അകപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ്. അതുമുഖേന ധനനഷ്ടം, മാനഹാനി ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും
അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് 7-ൽ വ്യാഴം നിൽക്കുന്നു. വൃശ്ചികക്കൂറുകാർക്ക് വിദേശത്തൊക്കെ പോകാൻ ഇപ്പോൾ അനുകൂലമായ സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ അനുകൂലമായ സമയമാണ്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നൊരു സമയമാണ്. അതായത് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, നല്ല സന്തതികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, ധനധാന്യ ലാഭം, ബുദ്ധിശക്തി, സൗന്ദര്യം. പക്ഷേങ്കിൽ പലരും ഈ ദശാകാലത്തിൻ്റെ ദോഷവശങ്ങൾ കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും കടബാധ്യതയും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ 7 നിൽക്കുന്ന വ്യാഴം ഇവർക്ക് മക്കളെ കൊണ്ടുള്ള നേട്ടമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത അനുഭവമാണ് കൊടുക്കുന്നത്. അല്ലാതെ ധനപരമായ നേട്ടം കാര്യമായിട്ട് കൊടുക്കത്തില്ല. എന്നാൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് ധനം സമ്പാദിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഈ വൃശ്ചികക്കൂറുകാർക്ക് ലഭിക്കേണ്ടതാണ്. എങ്കിലും അത് 7-ലാണ് നിൽക്കുന്നത്. 7 നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ധനപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു സമയമല്ല. എന്നാൽ ദാമ്പത്യ ജീവിത സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും അനുകൂലമായി ശോഭിക്കുന്നൊരു ദിവസമാണ്. ദശാകാലത്തിൻ്റെ ദോഷമുള്ളവർ ഈ 7-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ നേട്ടമൊന്നും അവർക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നാളെ ഒരു ദിവസത്തെ കാര്യമല്ലേ, അത് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ കടബാധകളിന്മേലൊക്കെ ഒരു ആശ്വാസം ഇവർക്ക് കൊടുക്കുമെന്നാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുമെന്നാണ് പറയുന്നത്. ശത്രുതകളുടെ ഭാഗത്ത് ശത്രുത ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിൽ നിന്ന് ഇവരെ രക്ഷിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ 6-ാം ഭാവത്തിലാണ് പാപഗ്രഹം നിൽക്കേണ്ട സ്ഥാനത്താണ് ശുഭഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ ഒരു ശുഭഗ്രഹമായതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാതെ ഒരു സാമാന്യ ജീവിത നിലവാരത്തിൽ കൂടി അനുഭവങ്ങളിൽ കൂടി ഈ നാളുകാർ കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത്. അവരുടെ എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും, കുടുംബമാകട്ടെ, ധനപരമായ വിഷയമാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വ അനുഭവം ആയിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഈ മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, ജ്യോതിഷം പറയുന്ന 5-ൽ നിൽക്കുന്ന വ്യാഴത്തിന് ബലമില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ 5-ാം ഭാവത്തിൽ കാരകഗ്രഹമായ വ്യാഴം നിന്നാൽ ആ വ്യാഴത്തിന് ബലമില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രഭാവം. പുത്രഭാവത്തിൻ്റെ കാരകഗ്രഹം ആരാണ്? വ്യാഴമാണ്. ആ വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നാൽ നല്ല ആൺമക്കൾ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചു അവരുദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യവിജയമൊന്നും അവർക്ക് വന്നു ചേരണമെന്നില്ല. 5-ാം ഭാവത്തിൽ ത്രികോണഭാവത്തിലല്ലേ വ്യാഴം നിൽക്കുന്ന, ബലവാനാണെന്ന് പലരും പറയും. പക്ഷെങ്കിൽ ജ്യോതിഷം പറയുന്നത് 5-ൽ നിൽക്കുന്ന വ്യാഴം പക്ഷെങ്കിൽ 10-ലോ 7-ലോ ഒക്കെ കൊടുക്കുന്നത് പോലെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഈ ജാതകർക്ക് വ്യാഴം കൊടുക്കത്തില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും തട്ടുകേടില്ലാതെ തരക്കേടില്ലാതൊക്കെ പോകാം. പ്രത്യേകിച്ച് മകരക്കൂറുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് ഈ വ്യാഴം. 3-ാം ഭാവത്തിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലുള്ള ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴം 5-ൽ കയറി നിന്നാൽ ഈ പറയുന്ന പോലെയുള്ള നേട്ടങ്ങളൊന്നും മകരക്കൂറുകാർക്കില്ല. എങ്കിലും മോശമല്ല, ഏകദേശം നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ കഴിയും. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. പലതരത്തിൽ ധനം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വാഹനയോഗം ഉണ്ടാകും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമുണ്ടാകും. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. എല്ലാവരാലും ബഹുമാനിക്കുന്ന ഒരു ദിവസമാണ്. സമ്പത്ത്, നല്ല വീട്, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം എല്ലാം കൊണ്ടും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ജന്മത്തിൽ ശനി നിൽക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് നാളത്തെ ദിവസം ഒരു ആശ്വാസ ദിനമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിശുക്കരാകാം, അലസത, കാര്യപ്രാപ്തി കുറവൊക്കെ ഉണ്ടാകാം, ജോലിയിൽ നിന്നുള്ള വരുമാനം കുറവാകാം, കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, നല്ല ചിന്താഗതി കുറവായിരിക്കാം, സൽപ്രവർത്തികളെക്കാളും കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നൊരു സമയം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചും ഇപ്പോൾ ഇവരുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതും നല്ലതല്ല. അപ്പോൾ ഇവർക്ക് മീനക്കൂറുകാർക്ക് 12-ൽ ശനി നിൽക്കുന്നു, അതും നല്ലതല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് ഇവർക്ക് നാളത്തെ ദിവസം കടന്നുപോയെങ്കിൽ 4-ാം ഭാവത്തിൽ നാളത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നു. ബലമുള്ള ചന്ദ്രനല്ല. ബലമുള്ള ചന്ദ്രനായിരുന്നെങ്കിൽ ഈ മറ്റു ഗ്രഹങ്ങൾ
ചെയ്യുന്ന ദോഷത്തിനൊക്കെ പരിഹാരം ഉണ്ടായേനെ. അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാളെ കേരളത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. മിഥുനം രാശിയുടെ അധിപൻ ആരാണ്? ബുധൻ. ബുധൻ ഏതിനെ സൂചിപ്പിക്കുന്നു? കലാപരമായ കല, സാഹിത്യം, സാംസ്കാരികം എന്നീ മേഖലകളുടെ കാരകഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഈ മേഖലയിൽ ശത്രു അടഞ്ഞ അനുഭവങ്ങൾ ഈ ബുധൻ്റെ ക്ഷേത്രത്തിൽ, അതായത് മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്ന ഓഗസ്റ്റ് 20 വരെ ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവായ കേരളത്തിൻ്റെ ചിത്രം എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.